നമ്മൾ ഒരു മനുഷ്യനാണ് എന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളത് തിരിച്ച് ചിന്തിക്കണമെങ്കിൽ നീ ഒരു മനുഷ്യ സ്നേഹിയായിരിക്കണം. മനുഷ്യന് മാത്രമേ മനുഷ്യ സ്നേഹിയാവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ സ്നേഹമില്ലാത്തവരാരും മനുഷ്യരല്ല. മാനവ സേവ, അതാണ് മാധവ സേവ. ഈ സംസാരിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ കിലോ കണക്കിന് സ്വർണവും കോടിക്കണക്കിന് രൂപയും നീ സമർപ്പിക്കുമ്പോൾ നീ ഓർത്തോ, നീ മനുഷ്യന് ലജ്ജ വരുത്തി വയ്ക്കുകയാണ്. മനുഷ്യരെ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ആ സൃഷ്ടിക്ക് അപമാനമാണ് വരുത്തി വയ്ക്കുന്നത്. ഒന്നിനും കഴിയാത്ത വിഗ്രഹത്തിൻ്റെ മുന്നിൽ നീ നിൻ്റെ നേർച്ച വഴിപാടുകൾ ചെയ്യുമ്പോൾ നീ ഓർത്തോ, നീ അത്ര അധംപതിച്ചൊരു മനുഷ്യനാണ്. ഒരു വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് 1 ഗ്രാം സ്വർണമില്ലാതെ എത്രയോ വീടുകളിൽ നിലവിളിച്ച് കഴിയുന്ന പെൺകുട്ടികളുണ്ട്. ഇന്ന് എത്രയോ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ, പഠിപ്പിക്കാൻ പറ്റാതെ ഈ രോഗങ്ങളായി ആശുപത്രിയിൽ കിടക്കുന്ന ആ നിർധനരായവരെ നീ ഒരു വട്ടെങ്കിലും ഓർത്തുണ്ടോ? അവരെ സഹായിക്കുകയായിരുന്നെങ്കിൽ നീ എന്നീ ഒരു മനുഷ്യനായാണ്. ഇനി ദൈവമുണ്ട് എന്നുള്ള സത്യമെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുക ഈ ഒന്നിനും കഴിയാത്ത ഈ വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടുമ്പോഴാണോ അതോ മനുഷ്യന് നന്മ ചെയ്യുമ്പോഴാണോ? നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട കാലഘട്ടമായി. ഇന്ന് കൊടുത്ത പണങ്ങളെല്ലാം കൊള്ളയടിച്ച് കട്ടുമുടിച്ച് ഈ ദേവന് എന്ത് ചെയ്യാൻ പറ്റണു? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പറയും അത് വലിയ സംഭവമാണെന്ന്. ഒരു സംഭവമല്ല, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ആദ്യം തന്നെ ഒരു മനുഷ്യ സ്നേഹിയാവുക. നമ്മളിൽ നിന്നും എത്രയോ താഴെ എന്ന് ചിന്തിക്കുന്ന മൃഗങ്ങൾ പോലും നമ്മളെക്കാൾ എത്രയോ ഉയർന്ന ചിന്താഗതിയുള്ളതാണ്. ഒരിക്കലും ഒരു മൃഗം അവൻ്റെ വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു മൃഗത്തിന് വേട്ടയാടില്ല. നമ്മൾ നല്ലൊരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായ മനുഷ്യനെന്ന് പറഞ്ഞ് നീ ഒരിക്കൽ മരിക്കും. നീ മണ്ണിൻ്റെ അടിയിലേക്ക് പോവും. മരണം നിന്നെ മുട്ടി വിളിക്കുന്ന ആ നാളിൽ നീ ഒരാൾ നിന്നെ സഹായിക്കാണ്ടാവില്ല. അന്ന് നീ ചെയ്ത നിൻ്റെ നല്ല പ്രവൃത്തികളെ ഓർത്ത് അന്നുള്ള ജനങ്ങളും നിന്നെ ഒരു മനുഷ്യ സ്നേഹി എന്ന് കരുതും.